സോവറൻ വില്ലും ദൈവത്തിൻ്റെ മോറൽ വില്ലും രക്ഷാപദ്ധതിയോടുള്ള ബന്ധത്തിലും ദൈവത്തിൻ്റെ എറ്റേണൽ പർപ്പസിനോടുള്ള ബന്ധത്തിലും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ പല നിലയിലുള്ള വില്ലിനെ കുറിച്ച് നമുക്ക് കാണാം. ഇനി ഏതെങ്കിലും വാക്യത്തിൽ ഓരോരോ ടൈപ്പ് വില്ലുണ്ടെന്ന് എഴുതിയിട്ടില്ല. എന്നാൽ ദൈവം പ്രവർത്തിക്കുന്നതും ഇടപെടുന്നതും പ്രതികരിക്കുന്നതുമായ ആ നിലവാരത്തിൽ നോക്കുമ്പോൾ ദൈവം മനുഷ്യനോട് ഇടപെടുന്ന പല നിലയിലാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വിൽ. വേദോസ്തത്തിൽ വാക്യങ്ങളായിട്ട് ദൈവത്തിന് ഇന്ന നിലയിലുള്ള വില്ലുള്ളതായിട്ട് എഴുതിയിട്ടില്ല. എന്നാൽ ദൈവം മനുഷ്യനോട് ഇടപെടുന്ന രീതിയിൽ പല സമയത്തും താൻ പല നിലയിലുള്ള ഹിതത്തെ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാം. അതിൽ പ്രധാനമായും 2 വില്ലാണ് നാം പഠിക്കുന്നത്. വേദപഠിതാക്കളൊക്കെ പല വില്ലുകളെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് നമ്മുടെ ചിന്തയുമായി, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമായ 2 വില്ലാണ്. എന്നാലും എന്താണ് സോവറൻ വിൽ? സോവറൻ വിൽ അത് നമ്മൾ ഓൾറെഡി ചിന്തിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ പരമാധികാരത്തിലുള്ള ഇച്ഛ, മാറ്റാൻ കഴിയാത്ത ദൈവത്തിൻ്റെ ഡിക്രി, ദൈവത്തിൻ്റെ വിധി, അത് മാറ്റമില്ലാത്ത. ഉദാഹരണം, വെളിച്ചമുണ്ടാകട്ടെ, ലെറ്റ് ദെർ ബി ലൈറ്റ്. ലെറ്റ് ദെർ ബി ലൈറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊന്നും ഉണ്ടാകാൻ പറ്റത്തില്ല, വെളിച്ചമേ ഉണ്ടായേ പറ്റൂ. കാരണം അത് ദൈവത്തിൻ്റെ സോവറൻ വില്ലിലാണ്. 2 മോറൽ വിൽ, ധാർമ്മിക ഇച്ഛ. അതിന് ഡിസ്പോസിഷണൽ വില്ലെന്നും പറയാറുണ്ട്. അതായത് സ്വഭാവവുമായിട്ട് പ്രകൃതവുമായിട്ട് ബന്ധപ്പെട്ട ദൈവത്തിൻ്റെ ധാർമ്മികമായ ഇച്ഛ. പിന്നെ ഒരു വില്ലിനെ കുറിച്ച് നമുക്ക് ബൈബിളിൽ കാണാം, പെർമിസീവ് വിൽ, അനുവദിക്കപ്പെട്ട ഹിതം. അതായത് പിശാചിനെ ദൈവം ഈ ഭൂമിയിൽ അനുവദിക്കുന്നു. വീണുപോയ ദൈവത്തിന് റിബല്യനായി നിൽക്കുന്ന പിശാചിനെ ദൈവത്തിന് ഒരു സെക്കൻഡ് മതി തീപ്പൊയ്യിലേക്ക് തള്ളിയിടാൻ. പക്ഷേ ഹി പെർമിറ്റ്സ് ഹിം. യോബിന്റെ ജീവിതത്തിൽ പിശാചിന് ദൈവം അനുവാദം കൊടുത്തു. സോ സർട്ടൻ കാര്യങ്ങൾ ദൈവം അനുവദിക്കുന്നു തൻ്റെ പർപ്പസുകൾ ഫുൾഫിൽ ചെയ്യുവാൻ. ഈവിൾ, സിൻ, ഇതെല്ലാം ദൈവം അനുവദിച്ചതാണ്. ഏദൻ തോട്ടത്തിൽ പാമ്പ് വരാനും അവരെ പ്രലോഭിപ്പിക്കാനും ഒക്കെ ഉള്ളത് ദൈവത്തിൻ്റെ അനുവദനീയമായ ഹിതത്തിൽപ്പെട്ടതാണ്. അപ്പം ഈ വില്ലുകളൊക്കെ പല നിലയിലാണ് ആക്ട് ചെയ്യുന്നത്. അത് നാം ദൈവത്തിൻ്റെ സ്വഭാവവും ഇടപെടുന്ന രീതിയും മനസ്സിലാക്കിയാണ് ആ വില്ലുകളെ കുറിച്ച് തിരിച്ചറിയുന്നത്. അപ്പോൾ നാം പ്രധാനമായിട്ട് സോവറൻ വില്ലും മോറൽ വില്ലിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ അതിനെ വേറൊരു പെർസ്പെക്റ്റീവിലും കൂടെ ചിന്തിക്കാം. എക്സ്റ്റേണൽ വിൽ ഓഫ് ഗോഡ്, ഇന്റേണൽ വിൽ ഓഫ് ഗോഡ്. അപ്പോൾ നമ്മൾ സോവറൻ വില്ലിനെ കുറിച്ച് ചിന്തിച്ചത് ദൈവം കൽപ്പിച്ചു, സ്ഥാപിതമായി, ലെറ്റ് ദെർ ബി ലൈറ്റ്. എന്നാൽ മോറൽ വില്ല് നമ്മുടെ തെരഞ്ഞെടുപ്പാനുള്ള കപ്പാസിറ്റിയെ ആശ്രയിച്ച മോറൽ വില്ല് വർക്ക് ചെയ്യുന്നു. അതൊരു ഡിഗ്രി പോലെയല്ല, മറിച്ച് എൻ്റെ ഫ്രീഡം ഓഫ് ചോയ്സ്, എൻ്റെ ഇച്ഛാശക്തി കൊണ്ട് എൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് ആ മോറൽ വില്ല് വർക്ക് ചെയ്യുന്നത്. ഒരു ഉദാഹരണത്തിന്, എനിക്ക് ചപ്പാത്തി തിന്നാനും പൊറോട്ട തിന്നാനും എൻ്റെ മുമ്പിൽ ചോയ്സ് ഉണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ഹിതം ഞാൻ ചപ്പാത്തി തിന്നണമെന്നാണ്, പക്ഷെ ഞാൻ ചൂസ് ചെയ്തത് പൊറോട്ട. അപ്പം ദൈവത്തിൻ്റെ ഹിതം അതായിരിക്കുമ്പോൾ തന്നെ ആ ഹിതത്തെ ലംഘിച്ച് എനിക്ക് എൻ്റെ ചോയ്സായിട്ട് പൊറോട്ട തിന്നാം. സോ ദൈവത്തിൻ്റെ ഹിതം ചപ്പാത്തിയാണ് തിന്നേണ്ടതെന്നാണെങ്കിലും ഹി ഗീവ്സ് ഫ്രീഡം ഓഫ് ചോയ്സ്. നിനക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അതിൻ്റെ അകത്ത് തിരഞ്ഞെടുക്കാം. അപ്പം മോറൽ വില്ലിൽ നമുക്ക് സ്വന്തം ഇഷ്ടത്തിൽ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന നിലയിലാണ് മോറൽ വില്ല് നമ്മളോട് ഇടപെടുന്നത്. എന്നാൽ സോവറൻ വില്ല് എന്ന് പറഞ്ഞാൽ ചോയ്സ് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല, അലംഘനീയമാണ്, അത് തീർപ്പാണ്.
അത് തീർപ്പാണ്. അപ്പൊ ഈ നിലയിൽ ദൈവം എങ്ങനെയാണ് മനുഷ്യനോട് ഇടപെടുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ വെളിച്ചമുണ്ടായ അതേ ഫോഴ്സ്, അതേ ഇന്റൻസിറ്റി, ആ രീതിയിലല്ല എന്നോട് ദൈവം മോറൽ വില്ലിൽ ഇടപെടുന്നത്. ഒരു ഉദാഹരണം, ലെറ്റ് ദർ ബി ലൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ ആ ലൈറ്റ് അപ്പോൾ തന്നെ വന്നതുപോലെയല്ല, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പന. ഈ കൽപ്പനകളെല്ലാം, വേദോസത്തിലുള്ള കൽപ്പനകൾ, ഉപദേശങ്ങൾ, അവയെല്ലാം ഡിഗ്രി അല്ല, അതെല്ലാം മോറൽ വില്ലിലുള്ളതാണ്. ദൈവത്തിൻ്റെ നമ്മളുമായിട്ട് റിലേഷൻഷിപ്പ്, ബന്ധം കീപ്പ് ചെയ്യുവാൻ കർത്താവ് തൻ്റെ മോറൽ വില്ലിലൂടെയാണ് ഇടപെടുന്നത്. അപ്പം കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, കള്ളസാക്ഷ്യം പറയരുത്, നുണ പറയരുത്, ശബത്ത് കീപ്പ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ദൈവം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പല നിലയിലുള്ള കൽപ്പനകളും ഉപദേശങ്ങളും ആലോചനകളും തന്നിരിക്കുന്നതെല്ലാം മോറൽ വില്ലിലാണ്. അതൊന്നും സോവറൻ വില്ലിലല്ല. സോവറൻ വില്ലെന്ന് പറഞ്ഞാൽ ഇപ്പം കൊല ചെയ്യരുതെന്നുള്ളത് സോവറൻ വില്ലാണെങ്കിൽ കൊല ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് കൊല ചെയ്യാതിരിക്കാനേ പറ്റുള്ളൂ, വേറൊരു ചോയ്സ് ഇല്ല. പക്ഷെ നമ്മൾ കൊല ചെയ്യുന്നുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം അതൊരു സോവറൻ വില്ലിലല്ല, അതൊരു മോറൽ വില്ലിലാണ്. എനിക്ക് വേണമെങ്കിൽ വയലേറ്റ് ചെയ്യാം, ഞാൻ ഇതാണ് ഡിസയർ ചെയ്യുന്നത്, പക്ഷെ നിനക്കതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മോറൽ വില്ലിലാണ് ദൈവം മനുഷ്യനോട് ഇടപെടുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ഇടപെടുന്നത്? അപ്പോൾ ഈ രണ്ട് വില്ലും കോൺട്രഡിക്റ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നു. ഒരിടത്ത് ദൈവം കൽപ്പിക്കുന്നു, അങ്ങനെ തന്നെ സംഭവിക്കുന്നു. നമ്മൾ ആദ്യം ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സ് പഠിച്ചപ്പോൾ വായിച്ചു, അവൻ്റെ ഇഷ്ടത്തോട് ആർ എതിർത്ത് നിൽക്കും, അവൻ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു, തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പ്രകാരം സകലത് ചെയ്യുന്നു, ആർക്കും അത് ബ്രേക്ക് ചെയ്യാൻ മേല. അപ്പോൾ ഒരു വശത്ത് ദൈവം ഒരു കാര്യം ചിന്തിച്ചാൽ, തീരുമാനിച്ചാൽ, ആഗ്രഹിച്ചാൽ, ഇച്ഛിച്ചാൽ അതങ്ങനെ സംഭവിക്കും. മറുവശത്ത് ദൈവം ഇച്ഛിക്കുന്ന പോലെ സംഭവിക്കുന്നില്ല. അത് മോറൽ വില്ല. അപ്പോൾ വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുന്നത് ഫോഴ്സ്ഫുള്ളായി തന്നെ, അപ്പോൾ തന്നെ അത് സംഭവിക്കുന്നു. പക്ഷേ മോറൽ വില്ലിൽ അവൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും വാതിൽ തുറന്ന് ഞാൻ അവനോടുകൂടെ അത്താഴം കഴിക്കും. അപ്പം മോറൽ വില്ലിൽ ദൈവം വിധിയാണ്. പക്ഷേ സോവറൻ വില്ലിൽ അവൻ തീർപ്പാണ് കൽപ്പിക്കുന്നത്. പക്ഷെ മോറൽ വില്ലിൽ അവൻ നോക്കിയാണ്. അപ്പം കൊല ചെയ്യരുത് എന്നത് ഒരു ഡിഗ്രി അല്ല. കൊല ചെയ്യരുത് എന്നത് ദൈവത്തിൻ്റെ ഡിസയറാണ്. അവൻ്റെ സ്വഭാവത്തിൽ, അവൻ്റെ പ്രകൃതത്തെ അവൻ കൽപ്പിച്ചിരിക്കുന്നത്. പക്ഷെ എനിക്ക് കൊല ചെയ്യാം. കൊല ചെയ്യരുത് എന്ന ദൈവകൽപ്പന ഉള്ളപ്പോഴും എൻ്റെ സ്വന്തം ഇച്ഛയിൽ എനിക്ക് തിരഞ്ഞെടുക്കാം എന്നുള്ളത് യേശുക്രിസ്തുവിനെ കൊല്ലുക എന്ന എക്സ്റ്റന്റ് വരെ എത്തത്തക്കവണ്ണം അത് ഫ്രീഡം ഉള്ളതായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, കൊല ചെയ്യരുത് എന്നൊരു കമാൻഡ് ആയിരിക്കുമ്പോൾ തന്നെ അത് എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ബ്രേക്ക് ചെയ്യാം എന്ന എൻ്റെ ഫ്രീഡം യേശുവിനെ കൊല്ലുക എന്ന തലത്തിൽ വരെ പോകാനുള്ള സ്വാതന്ത്ര്യം ദൈവം അവർക്ക് അനുവദിച്ചു. അപ്പോൾ മോറൽ വിൽ അടിച്ചേൽപ്പിക്കുന്നതല്ല, എന്നാൽ സോവറൻ വിൽ യാതൊരു അപ്പീലും ഇല്ലാത്തതാണ്. ഉണ്ടാകട്ടെ, ഉണ്ടാകാനേ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ മോറൽ വിൽ മനുഷ്യന് വയലേറ്റ് ചെയ്യാൻ കഴിയുന്നത്, അതിന് ഓപ്പോസിറ്റ് ആയത് ചെയ്യാൻ കഴിയുന്നത്, അതിനെ മനുഷ്യന് ഓവർകം ചെയ്യാൻ കഴിയുന്നത്, അതിനെ ലംഘിക്കാൻ കഴിയുന്നത്? കാരണം ദൈവത്തെ തൻ്റെ ഇഷ്ടത്തിൽ, തൻ്റെ ഹിതത്തിൽ, തൻ്റെ സ്വന്തം ഇച്ഛയിൽ തിരഞ്ഞെടുക്കുന്ന, തന്നെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജനത്തെയാണ് കർത്താവിന് ആവശ്യം. ഒരു ഉദാഹരണത്തിന്, ഇപ്പം നിങ്ങൾക്ക് കുട്ടി ജനിക്കുന്നു. ശരിക്കും ആ കുട്ടിയുമായി നിങ്ങളുടേത് ഹൃദയംഗമായ ബന്ധമാണ്. പക്ഷേ ആ ബന്ധമുള്ളപ്പോൾ തന്നെ, ആ ബന്ധം ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ ആ കുട്ടിയിൽ ചിലപ്പോൾ ഡിസൊബീഡിയൻസും വരും. നിങ്ങൾ പറയുന്നതെല്ലാം അനുസരിക്കണം നിർബന്ധമില്ല, റെബല്യൻ വരും. യേസും പറയും, ചിലപ്പോൾ നോയും പറയും.
പക്ഷേ അവിടെയാണ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉള്ളത്. അപ്പം റിലേഷൻഷിപ്പ് ഉണ്ടാകണമെങ്കിൽ ആ കുട്ടിക്ക് സ്വതന്ത്ര ഇച്ഛയും ഉണ്ടാകണം. നിങ്ങൾ പറയുക, ഈ കുട്ടി നോ പറയുന്ന കുട്ടിയാണ്, എനിക്കിതിനെ വേണ്ട. അപ്പോൾ ദൈവം ഒരു റോബോട്ടായ ഒരു കുട്ടിയാണ് തരുന്നത്. അവൻ നോയെ പറയത്തില്ല, യേശു മാത്രമേ പറയത്തുള്ളൂ എങ്കിൽ നിങ്ങൾ ആ കുട്ടിയുമായി ജീവിച്ചാൽ നിങ്ങൾ പറയുന്നത് അനുസരിക്കുന്ന ഒരു കുട്ടിയെ കിട്ടും. പക്ഷെ നിങ്ങൾക്കൊരിക്കലും അവനുമായി ഒരു ബന്ധം ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ പറയും റോബോട്ടിനെ വേണ്ട, യേസോറിനോ പറയുന്ന കുട്ടിയെ തന്നെ മതി. അങ്ങനെയെങ്കിൽ മോറൽ ബീയിങ് ആയ ദൈവത്തിന് നമ്മളെപ്പോലെ എത്രയധികം സ്വതന്ത്ര ഇച്ഛയിൽ തന്നെ തിരഞ്ഞെടുക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടരെ സൃഷ്ടിച്ചുകൂടാ. അതായിരുന്നു അവൻ്റെ ആഗ്രഹം. അതിൻ്റെ ഒരു റിസ്ക് ഫാക്ടറുണ്ട്. എന്താണ് അതിൻ്റെ അകത്ത് റിസ്ക് ഫാക്ടർ? അവൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന് ഓപ്പോസിറ്റ് ചെയ്യുവാനുള്ള ഫ്രീഡം അവന് ഉണ്ട്. അവനത് വയലേറ്റ് ചെയ്യാം. പക്ഷെ അപ്പോഴും താൻ ആത്യന്തികമായിട്ട് അതിൽ നിന്ന് ആഗ്രഹിച്ചത് ദൈവത്തിൻ്റെ ആ ക്യാരക്ടർ, ആ ഗോഡ്ലിനെസ്, ദൈവഭക്തി, ആ ദൈവിക സ്വഭാവം, ആ ദൈവിക വിശുദ്ധി എന്നിൽ വളരുകയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യണം. അതിനിതേ വഴിയുള്ളൂ. ഈ നമ്മളെ സ്നേഹിക്കുകയും നമ്മൾ സ്നേഹിക്കുകയും ചെയ്യുന്ന കുറേ ആൾക്കാർ ഈ ഭൂമിയിലില്ലേ? ഉണ്ട്. അപ്പോൾ അവർ ഈ ഭൂമിയിലുള്ളതിന് കാരണം എന്താ? അവർ ഈ ഭൂമിയിലുള്ളതിന് കാരണം അവർക്ക് ചോയ്സുള്ളതുണ്ട്. നിങ്ങൾ മെഷീൻസ് ആണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള സ്നേഹം ഡെവലപ്പ് ചെയ്യത്തില്ല. അപ്പം നിങ്ങൾ സ്നേഹിക്കുന്നവരും ഇവിടെ ഉള്ളതിൻ്റെ കാരണം നിങ്ങളും അവർക്കും സ്വതന്ത്ര ഇച്ഛയുള്ളതുകൊണ്ട് അവരുടെ തെരഞ്ഞെടുപ്പിലൂടെയാണ് ആ സ്നേഹം സ്വീകരിക്കപ്പെട്ടതും പങ്കുവെക്കപ്പെട്ടതും. നിങ്ങളെ വാല്യൂ ചെയ്യുന്നവരുണ്ട്, നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നവരുണ്ട്, നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ട്. ഇതൊക്കെ സംഭവിക്കാനും ഇതൊക്കെ യാഥാർത്ഥ്യമാകാനും കാരണം തെരഞ്ഞെടുപ്പുള്ളവരായതുകൊണ്ടാണ് അത് ഡെവലപ്പ് ചെയ്തത്. സ്നേഹം ആക്ടിവേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ, സ്നേഹം അനുഭവിക്കപ്പെടണമെങ്കിൽ, സ്നേഹം സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ മനുഷ്യന് ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അത് ആക്ടിവേറ്റ് ആകത്തുള്ളൂ. ദൈവസ്നേഹമാണ്. അപ്പോൾ ദൈവത്തിന് സ്നേഹം നൽകാനും ദൈവത്തിന് സ്നേഹം സ്വീകരിക്കാനും കഴിയണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ: മനുഷ്യനെ ഒരു ഫ്രീഡം ഓഫ് ചോയ്സ് ഉള്ള, സ്വന്തമായി തീരുമാനമെടുക്കാൻ ഇച്ഛാശക്തിയുള്ളവരായി സൃഷ്ടിക്കുക. അതിൻ്റെ അകത്ത് അവരുമായി കർത്താവിന് റിലേറ്റ് ചെയ്യുവാൻ അവൻ സോവറൻ വില്ലല്ല ഉപയോഗിക്കുന്നത്, ലെറ്റ് ദെയർ ബി ലൈറ്റ് എന്ന ശബ്ദമല്ല ഉപയോഗിക്കുന്നത്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു എന്ന ശബ്ദമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വേദോസ്തത്തിൽ കോൺട്രഡിക്റ്റ് ചെയ്തു തോന്നും. പരമാധികാരിയായ ദൈവം തൻ്റെ ഇഷ്ടമെല്ലാം നിവർത്തിക്കുന്നു, മറുവശത്ത് ദൈവത്തിൻ്റെ ഇഷ്ടം മനുഷ്യൻ ലംഘിക്കുന്നു. അപ്പോൾ ദൈവത്തിന് അനുസരണക്കേട് കാണിക്കുമ്പോഴും നിങ്ങളുടെ കുട്ടി കാണിക്കുമ്പോഴും റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾ ക്ഷമയോടെ അവനെ സഹിക്കുന്നു. അവൻ പോകത്തില്ല എന്ന് പറയുമ്പോഴും വീണ്ടും അവന് വേണ്ടി കാത്തിരുന്ന് അവനിൽ ഒരു നല്ല ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാൻ അവനെ പേഷ്യൻസോടെ കാത്തിരിക്കുന്ന പോലെയാ ദൈവം ഇച്ഛാശക്തി കൊടുത്തിട്ട് മനുഷ്യൻ പാപം ചെയ്തപ്പോഴും വീണ്ടും തൻ്റെ മോറൽ വില്ലിൽ അവൻ തൻ്റെ ഹൃദയത്തെ അവരെ വെളിപ്പെടുത്തിക്കൊണ്ട് തന്നുമായിട്ടുള്ള ബന്ധത്തിലേക്ക് അവരെ മടക്കി വരുത്താൻ ആഗ്രഹിക്കുന്നു. ഇതൊരു സോവറൻ വില്ലിൽ ചെയ്തെടുത്താൽ ഒരിക്കലും മനുഷ്യന് ദൈവത്തിനും മനുഷ്യനെ ഡെലിബറേറ്റായി സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജനത്തെ തനിക്ക് കിട്ടത്തില്ല. ഈ നമ്മൾ ബൈബിളിൽ കർത്താവ് നമുക്ക് ഈ കോൺട്രഡിക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഭാഗങ്ങൾ പ്രധാനമായിട്ട് കാണാൻ കഴിയുന്നത് ഈ സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും ഒക്കെ, പ്രത്യേകിച്ച് യേശുക്രിസ്തു സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന ചില വേദഭാഗങ്ങൾ നമുക്ക് നോക്കുമ്പോൾ ആ കാര്യം മനസ്സിലാകും. മത്തായിയുടെ സുവിശേഷം 23 അതിൻ്റെ 37 വാക്യം: യെരുശലേമേ യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചെറുകടിയും കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുള്ളവൻ എനിക്കെത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. ദൈവത്തിന് ഒരു കാര്യം മനസ്സായി, പക്ഷേ നിങ്ങൾക്കോ മനസ്സായില്ല. അതിൻ്റെ അർത്ഥം ദൈവത്തിന് മനസ്സായിട്ടും മനസ്സാകാത്തവർ അവരൊക്കെ വേണ്ടി കാത്തിരിക്കുന്നു. ദൈവത്തിന് മനസ്സായല്ലോ, അപ്പോൾ പിന്നെ അത് അവിടെ നിവർത്തിക്കപ്പെടണ്ടേ? ദൈവത്തിന് മനസ്സായിട്ടും
അവർക്ക് മനസ്സായില്ല. ദൈവത്തിന്റെ പദ്ധതിയെ ആർക്കെങ്കിലും, ദൈവം ഒരു കാര്യം ആഗ്രഹിച്ചത് ആർക്കെങ്കിലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോ? ആർക്കാ? നമുക്കാ. നമുക്ക് മനസ്സായില്ലെങ്കിൽ ദൈവത്തിന് പറ്റത്തില്ല. സോ ഞാൻ എഗ്രി ചെയ്യുന്നില്ലെങ്കിൽ, ഞാൻ പ്രതികരിക്കുന്നില്ലെങ്കിൽ, ഞാൻ സ്വീകരിക്കുന്നില്ലെങ്കിൽ, ഞാൻ ഒരു പാർട്ട്ണറായിട്ട് ദൈവത്തിന്റെ പ്രവൃത്തിയോട് ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ, ദൈവം ആഗ്രഹിച്ചാലും ദൈവം വിൽ ചെയ്താലും ദൈവത്തിന്റെ സോവറൻ വില്ലിൽ എന്നെക്കുറിച്ചുള്ള ദൈവ ഉദ്ദേശം ദൈവത്തിന് നിറവേറ്റാൻ കഴിയത്തില്ല. അത് തൻ്റെ വില്ല് വീക്കായിരിക്കുന്നുകൊണ്ടല്ല, ദൈവം നമ്മളിലൂടെ ആഗ്രഹിക്കുന്നത് റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് മനുഷ്യന് ചോയ്സ് കൊടുത്തേ പറ്റൂ. ആ ചോയ്സിൽ അവന് ദൈവത്തിൻ്റെ ഹിതത്തെ ലംഘിക്കാം. അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായി, നിങ്ങൾക്കോ മനസ്സായില്ല. 38 നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. 39 കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളോ ഇനി എന്നെ കാണുകയില്ല. അപ്പോൾ നിങ്ങളുടെ ഭവനം ശൂന്യമാവും. അത് തീർപ്പാ, നിർണയമാണ്. നിങ്ങൾ എന്നെ ഇനി കാണുകയില്ല. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറയുവോളോ, അത് തീർപ്പാ, ദാറ്റ് വിൽ ഹാപ്പൻ. പക്ഷെ അതിന്റെ മുകളിൽ എനിക്ക് മനസ്സായിരുന്നു, അത് മോറൽ വില്ല. അപ്പോൾ താൻ ഒരു കാര്യം കൽപ്പിച്ചാൽ അവൻ അങ്ങനെ തന്നെ സ്ഥാപിതമാകുന്നു. അവൻ കൽപ്പിക്കുന്നു, അങ്ങനെ തന്നെ സ്ഥാപിതമാകുന്നു. അവൻ അരുളി ചെയ്തു, അങ്ങനെ തന്നെ സംഭവിക്കുന്നു. അവൻ കൽപ്പിക്കുന്നു, അങ്ങനെ തന്നെ സ്ഥാപിതമാകുന്നു. കൽപ്പിച്ചാൽ അങ്ങനെ തന്നെ സ്ഥാപിതമാകുന്ന കർത്താവിന് എന്തുകൊണ്ട് മനസ്സായിട്ടും താൻ ഉദ്ദേശിച്ച കാര്യം നിവർത്തിക്കാൻ കഴിഞ്ഞില്ല? അവിടെയാണ് നാം തിരിച്ചറിയേണ്ടത്, ദൈവം ശരിക്കും എന്താണ് ഈ ഭൂമിയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യന്റെ ലംഘനങ്ങളും അവിശ്വാസവും ഡിസൊബീഡിയൻസും റെബലിയനും ഒക്കെ ഉള്ളപ്പോഴും അവൻ ഒരു കൂട്ടം ജനത്തിന് വേണ്ടി ഇടവിടാതെ കൈനീട്ടുന്നതിന് കാരണം ദൈവം ഈ സമയത്തിൻ്റെ അകത്തു നിന്നും തന്നെ വോളണ്ടിയറായി, ഡെലിബറേറ്റായി, സ്വന്തം ഇച്ഛയിൽ സ്നേഹിച്ച് താനുമായി ആത്മാവിൽ ബന്ധപ്പെട്ട് ആ റിലേഷൻഷിപ്പിൽ വരുന്ന ഒരു കൂട്ടം ജനത്തെയാണ് താൻ ഈ ഭൂമിയിൽ നിന്ന് തൻ്റെ നിത്യതയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 39-40 നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരാൻ നിങ്ങൾക്ക് മനസ്സില്ല. അപ്പോൾ നിത്യജീവൻ കർത്താവിൻ്റെ കയ്യിലുണ്ട്. ജീവൻ നൽകുവാൻ കർത്താവിന് കഴിയും. എന്നാൽ നിങ്ങൾക്ക് ജീവൻ പ്രാപിപ്പാൻ മനസ്സില്ലാത്തതുകൊണ്ട് നിനക്ക് ജീവൻ തരാൻ കഴിയത്തില്ല. നോക്കിക്കേ, നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ അവൻ്റെ ഹിതം കർത്താവിനെ നിവർത്തിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ദൈവത്തിനൊരു വില്ലുണ്ട്. ആ വില്ല് എവിടെയാണ് ഫുൾഫിൽ ചെയ്യാൻ കഴിയാത്തത്? നിങ്ങളുടെ പ്രതികരണം ഇല്ലാതെ വരുമ്പോഴാണ്. കാരണം ദൈവത്തിന് ഫോഴ്സ്ഫുള്ളായിട്ട് സ്വഭാവം, സ്നേഹം, റിലേഷൻഷിപ്പ് ആക്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്താൽ ഈ ഈ ഈ ഈ സിസ്റ്റം, അതിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടു പോകും. ദൈവത്തിന് കുറേ റോബോട്ട്സുകളെ, ദൈവത്തിന് മെക്കാനിക്കലായ ഒരു ലോകത്തെ കിട്ടത്തുള്ളൂ. അത് കർത്താവിന് ആവശ്യമില്ല. അതുകൊണ്ടാണ് കർത്താവ് ഈ കമാൻഡ്മെൻറ്റ്സ്, ശരിക്കും ഈ കമാൻഡ്മെൻറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ, ദൈവത്തിൻ്റെ കൽപ്പന എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ തോന്നും. പക്ഷേ ശരിക്കും കൽപ്പന ദൈവം നമുക്ക് തരുന്നത് തനിക്ക് ഒരു ജനത്തെ, തന്നെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ജനത്തെ ലഭിക്കാൻ വേണ്ടിയാണ്. കൽപ്പന എക്സ്റ്റേണലായിട്ട് തന്നിരിക്കുന്ന ആജ്ഞകളല്ല, ഇന്റേണലായി വരേണ്ട ക്യാരക്ടറുകൾക്ക് വേണ്ടിയാണ് കൽപ്പന തന്നിരിക്കുന്നത്. അപ്പം അവർക്ക് മനസ്സായി. ഇനി നമ്മൾ വേദോസത്തിൽ ഈ മോറൽ വില്ല് അല്ലെങ്കിൽ ഡിസ്പോസിഷണൽ വില്ല്, ഇത് രണ്ടും ഏറെക്കുറെ ഒന്നായതുകൊണ്ടാണ് രണ്ടുപേരും പറയുന്നത്. സോവൻ വില്ലെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ തീർപ്പുകളാണ്. മോറൽ വില്ലെന്ന് പറയുന്ന ദൈവത്തിൻ്റെ കമാൻഡ്മെൻറ്റുകളാണ്. ദൈവത്തിൻ്റെ ഈ കമാൻഡ്മെൻറ്റുകളൊന്നും ദൈവം ഫോഴ്സ്ഫുള്ളി ചെയ്യാനല്ല. അവർക്ക് ചോയ്സുണ്ട്. ഞാൻ നിന്റെ മുമ്പിൽ ശാപവും അനുഗ്രഹവും ജീവനും മരണവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഇപ്പം പരമാധികാരത്തിലാണെങ്കിൽ കർത്താവിന് ഒറ്റ കാര്യം വെച്ചാൽ മതി, ഞാൻ ജീവൻ വെക്കുന്നു, നീ ജീവിച്ചേ പറ്റൂ. പക്ഷേ കർത്താവിന് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജനത്തെ കിട്ടത്തില്ല. കേവലം ആജ്ഞ അനുസരിക്കുന്ന കുറെ റോബോട്ടുകളായ ആൾക്കാരെ കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ നിന്റെ മുമ്പിൽ വെക്കുന്നു മരണവും ജീവനും ശാപവും അനുഗ്രഹവും.
അപ്പോൾ ദൈവത്തിന്റെ കമാൻഡ്മെന്റുകൾ അല്ല മോറൽ വില്ല, അതെനിക്ക് ബ്രേക്ക് ചെയ്യാം. കള്ളസത്യം പറയരുത്, ദുരാഗ്രഹം, അന്യന്റെ മോഹിക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്. പക്ഷെ ഇതെല്ലാം ബ്രേക്ക് ചെയ്യപ്പെടുന്നില്ല. പക്ഷെ ലെറ്റ് ദെർ ബി ലൈറ്റ് എന്ന് പറഞ്ഞാലോ സംഭവിച്ചിരുന്നേ പറ്റൂ. അതാർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാ ദൈവത്തിന്റെ മറ്റ് വില്ലും, നമ്മൾ ഈ പറയുന്ന മറ്റ് വിൽ, പെർമിസീവ് വില്ലോ മോറൽ വില്ലോ, ഇതെല്ലാം ദൈവത്തിന്റെ സോവറൻ വില്ലിന്റെ കീഴിലാണ്. അതായത് ദൈവത്തിന്റെ പെർമിസീവ് വില്ലിൽ സംഭവിക്കുന്ന കാര്യങ്ങളും ദൈവത്തിന്റെ മോറൽ വില്ലിൽ സംഭവിക്കുന്ന കാര്യങ്ങളും അതിന്റെ ഔട്ട്കം ആത്യന്തികമായി ദൈവത്തിന്റെ എറ്റേണൽ സോവറൻ വില്ലിനെ സെർവ് ചെയ്യുന്ന. അതുകൊണ്ട് എല്ലാ വില്ലിനെയും ഡിക്റ്റേറ്റ് ചെയ്യുന്ന, എല്ലാ വില്ലിനെയും ഗവേൺ ചെയ്യുന്നത് ദൈവത്തിന്റെ സോവറൻ വില്ല. അതുകൊണ്ട് തന്നെ മോറൽ വില്ലിൽ ഒരു കാര്യം നടക്കുന്നില്ലെങ്കിലും, ദൈവത്തിന്റെ ഹിതം നടക്കുന്നില്ലെങ്കിലും, അത് ആത്യന്തികമായി ദൈവത്തിന്റെ വില്ലിനെ വീക്ക് ചെയ്യുന്നില്ല. ദൈവത്തിന്റെ ആത്യന്തിക പദ്ധതി ഇതിന്റെ ഔട്ട്കമായിട്ടാണ് ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കൊല ചെയ്യരുത് എന്ന ദൈവത്തിന്റെ ആ വില്ല് ഇവിടെ ലംഘിക്കപ്പെട്ടാലും അതിന്റെ പരിണിത ഫലം, അതിന്റെ ഔട്ട്കം ആത്യന്തികമായ തന്റെ പ്ലാനിലെ ഫിക്സ് ചെയ്തിരിക്കുന്ന പ്ലാനിലേക്ക് എത്തിച്ചേരത്തുള്ളൂ. അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. കാരണം ദൈവം തീരുമാനിച്ച ആത്യന്തികമായ എറ്റേണൽ പ്ലാനെ നിറവേറത്തുള്ളൂ. അതുകൊണ്ടാണ് കൊല ചെയ്യരുതെന്നുള്ള ദൈവിക ഉപദേശം കമാൻഡ്മെന്റ് ലംഘിച്ചപ്പോഴും ലംഘിക്കപ്പെട്ട ആ കമാൻഡ്മെന്റ്, ആ കൊലപാതകം, ആ മർഡർ ആത്യന്തികമായിട്ട് യേശുവിനെ ക്രൂശിക്കുവാനുള്ള വഴിയായി ഉപയോഗിക്കപ്പെട്ടു. അപ്പം ദൈവത്തിന്റെ മോറൽ വില്ല് ഇവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടു. പക്ഷേ ആ കൊലപാതകം ദൈവത്തിന്റെ ആത്യന്തിക പർപ്പസിനെ സെർവ് ചെയ്തു. പകയ്ക്കരുത് എന്ന് പറഞ്ഞ ദൈവിക കൽപ്പന യോസഫിന്റെ സഹോദരന്മാരെ ലംഘിച്ചു. അവർ പകച്ചു. പക്ഷേ അത് യോസഫ് ഈജിപ്തിലെത്തുക എന്ന ദൈവിക പദ്ധതിയിലേക്ക് എത്തിച്ചേർന്നു. അതുകൊണ്ട് പിശാചിനെ, പെർമിസീവ് വില്ലിലൂടെ പിശാചിനിവിടെ പ്രവർത്തിക്കാൻ ദൈവം അനുവദിക്കുന്നെങ്കിലും അത് ആത്യന്തികമായ ദൈവിക നന്മയ്ക്കാണ്. ഈവിള് ഇവിടെ പെർമിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് ദൈവിക പദ്ധതിയെ സെർവ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഈ ടൈമിന് കീഴിൽ ഉള്ള മോറൽ വില്ല്, പെർമിസീവ് വില്ല്, മറ്റേതെല്ലാം വില്ലുകളുണ്ടോ ആ വില്ലുകളെ എല്ലാം സൂപ്പർവൈസ് ചെയ്ത് നിൽക്കുന്നത്, ഒരു കൊട പോലെ നിൽക്കുന്നത് ദൈവത്തിന്റെ സോവറൻ വില്ലാണ്. എന്നാൽ ദൈവം ടൈമിൽ തനിക്ക് വേണ്ട ഒരു കൂട്ടം ജനത്തെ തന്റെ മക്കളായി ലഭിക്കാൻ സോവറൻ ബില്ലല്ല ഉപയോഗിക്കുന്നത്. അങ്ങനെ സോവറൻ ബില്ല് ഉപയോഗിച്ചാൽ പിന്നെ അതിന് മാറ്റം വരത്തില്ല. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്ന് താൻ ഒരു ഡിഗ്രി, ഒരു വിധി കൽപ്പിച്ചാൽ പിന്നെ എല്ലാവരും വിശുദ്ധരായേ പറ്റൂ. അപ്പോൾ അവരുടെ ഇഷ്ടത്തിൽ ചൂസ് ചെയ്യുന്നതായിരിക്കത്തില്ല. ദൈവം കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. അപ്പോൾ അവിടെ റിലേഷൻഷിപ്പ് ഇല്ല, ഇമോഷൻ ഇല്ല, ഫീലിംഗ് ഇല്ല, ബന്ധം ഡെവലപ്പ് ചെയ്യപ്പെടുന്നില്ല, ദൈവഭക്തി വളരുന്നില്ല. അതുകൊണ്ടാണ് വയലേറ്റ് ചെയ്യപ്പെടുന്ന ദൈവത്തിന്റെ മോറൽ വില്ല് ഇവിടെ ഉള്ളത്. പക്ഷേ അതിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന് വേണ്ടി ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജനത്തെയാണ്. ഓക്കെ, 2-3 കാര്യങ്ങളുടെ പെട്ടെന്ന് നമുക്ക് വായിക്കാം. ഈ വേദോസ്തത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള ഒരു വേദഭാഗമാണ് ദൈവം ആരും നശിച്ചു പോകരുതെന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ 2 പത്രോസ് അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു. ശരിക്കും ഈ ദൈവത്തിന്റെ ഹിതം, ഈ ഇച്ഛ നിറവേറുന്നുണ്ടോ? ഇല്ല. അവന്റെ ആഗ്രഹം എന്താ? ആരും നശിച്ചു പോകരുത്, എല്ലാവരും മാനസാന്തരപ്പെടണം. പക്ഷേ ശരിക്കും എല്ലാവരും മാനസാന്തരപ്പെടുന്നില്ല, അനേകരും നശിച്ചു പോകുന്നു. വളരെ ചുരുക്കം പേര് മാത്രമേ രക്ഷിക്കപ്പെടുന്നുള്ളൂ. അപ്പോൾ അവനൊന്ന് ഡിസയർ ചെയ്യുന്നു, എന്നാൽ അവൻ ഡിസയർ ചെയ്യുന്നത് നിവർത്തിക്കപ്പെടുന്നില്ല. എന്നാൽ അത് നിവർത്തിക്കപ്പെടാതിരിക്കുമ്പോൾ അവൻ ക്ഷീണിക്കുന്നില്ല. കാരണം അവൻ വിഭാവനം ചെയ്യുന്നത് ക്യാരക്ടറാണ്, ഗോഡ്ലിനെസ് ആണ്, ഫെലോഷിപ്പാണ്. അതുകൊണ്ട് അവൻ്റെ ഹിതം നിറവേറപ്പെടാതിരിക്കുന്നു. അപ്പോഴും അവൻ്റെ ആദ്യത്തെ ഹിതം അങ്ങനെ തന്നെ വാഴുന്നു. അപ്പോൾ അവൻ ദീർഘക്ഷമ കാണിക്കുന്നു, പക്ഷെ അതിനൊത്തവണ്ണം അവന് ഫലം കിട്ടുന്നില്ല. അപ്പം നമ്മൾ വിചാരിക്കുന്നത് ദൈവത്തിൻ്റെ ഈ വില്ല് വീക്കാണ്, ദൈവത്തിന് തൻ്റെ ഹിതം നിവർത്തിക്കാൻ കഴിയത്തില്ല. ശരിക്കും ദൈവത്തിൻ്റെ വില്ല് വീക്കല്ല. നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെ നാം തട്ടിക്കളയുമ്പോൾ ദൈവത്തിൻ്റെ വില്ല് വീക്കാകുന്നില്ല. കാരണം നിങ്ങൾ
തള്ളിക്കളഞ്ഞാലും ദൈവം ഓൾറെഡി പ്ലാൻ ചെയ്ത കാര്യങ്ങളെ സെർവ് ചെയ്യുവാനേ നിങ്ങളുടെ റെബലിയന്റെ ഔട്ട്കവും അതിന് പരമാവധി ചെയ്യാൻ കഴിയത്തുള്ളൂ. ഓക്കെ, അപ്പം എല്ലാവരും രക്ഷിക്കപ്പെടണം, പക്ഷെ എല്ലാവരും രക്ഷിക്കപ്പെടുന്നില്ല. എസെക്കിയേൽ 33:1 കർത്താവ് പറയുന്ന മറ്റൊരു കാര്യം, എസെക്കിയേൽ 33:11 എന്നാണ്, ദുഷ്ടന്റെ മരണത്തിലല്ല, ദുഷ്ടൻ തന്റെ വഴി വിട്ടു തിരിഞ്ഞ് ജീവിക്കുന്നതിലത്ര എനിക്ക് ഇഷ്ടമുള്ളതെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. നിങ്ങളുടെ ദുർമാർഗ്ഗങ്ങൾ തിരിവീൻ ഇസ്രായേൽ ഗ്രഹമേ, നിങ്ങൾ എന്തിനു മരിക്കുന്നു? അപ്പം ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് പ്രസാദമില്ല. അവൻ മടങ്ങി വന്ന് ദുർമാർഗ്ഗങ്ങളെ വിട്ടുതിരിയുന്നതാണ് എൻ്റെ ഇഷ്ടം. അവൻ എന്തിനു മരിക്കുന്നു? അത് ദൈവത്തിൻ്റെ ആഗ്രഹം. പക്ഷേ ഒത്തിരി ദുഷ്ടന്മാരുമുണ്ട്, ആ ദുഷ്ടന്മാർ മരിക്കുന്നു. ദൈവം ദുഷ്ടന്മാരെ ന്യായം വിധിക്കുകയും ചെയ്യുന്നു. ഒരു വശത്ത് തൻ്റെ മോറൽ വില്ലിൽ, തൻ്റെ ഹൃദയത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം, ഡിസയർ, എക്സ്പെക്ടേഷൻ. അപ്പം നമുക്ക് വിചാരിക്കണം, ഇതൊക്കെ ഒരു വശത്ത് ഇങ്ങനെ പറയുമ്പോൾ മറുവശത്ത് ഇതൊന്നും അല്ലല്ലോ നടക്കുന്നത്. അപ്പം ദൈവം ഒരു നുണ പറയുകയാണോ, ഡ്രാമ കളിക്കുകയാണോ? അല്ല. ദൈവം ടൈമിൻ്റെ അകത്ത് മനുഷ്യന്റെ കൂടെ നിന്നുകൊണ്ട് മനുഷ്യനോട് തൻ്റെ ഹൃദയം പങ്കുവെക്കുക. അപ്പോൾ വെളിച്ചമുണ്ടാകട്ടെ, അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ ഉണ്ടാകട്ടെ, ചന്ദ്രൻ ഉണ്ടാകട്ടെ, പകൽ വാഴുവാൻ സൂര്യനും രാത്രിയിൽ വാഴുവാൻ ചന്ദ്രനും, വെള്ളമെല്ലാം ഒരു വശത്ത് ഒരുമിച്ച് കൂടട്ടെ, അതിന് സമുദ്രമെന്നും ഉണങ്ങിയ സ്ഥലത്തിന് കരയെന്നും എന്നൊക്കെ കർത്താവ് ഡിക്ലെയർ ചെയ്യുകയും കൽപ്പിക്കുകയും അങ്ങനെ തന്നെ സ്ഥാപിതമാകുകയും ചെയ്യുന്നത് പോലെ ദൈവത്തിന് തൻ്റെ ഹിതം മനുഷ്യനിൽ നിറവേറ്റിയെടുക്കാൻ കഴിയത്തില്ല. ദാറ്റ് ഹി ഹാസ് ടു വെയിറ്റ് ഫോർ ഇറ്റ് പേഷ്യൻലി. അവിടെ അവൻ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞതുപോലെ നീ വിശുദ്ധനായിരിപ്പീൻ എന്ന് കർത്താവിന് പറഞ്ഞ് സ്ഥാപിച്ചെടുക്കാൻ പറ്റത്തില്ല. അതൊരു പ്രോസസ്സാണ്. അതിനവൻ ദൈവത്തോട് എഗ്രി ചെയ്യണം, ദൈവിക പദ്ധതിയോട് എഗ്രി ചെയ്യണം, അവൻ്റെ ഹൃദയത്തെ തുറക്കണം, ദൈവത്തിൻ്റെ ആലോചനയോട് അവൻ ഈൽഡ് ചെയ്യണം, അവൻ വിശ്വസിക്കണം, അവൻ സ്വീകരിക്കണം, അവൻ സമർപ്പിക്കണം. അങ്ങനെ അവനിൽ ദൈവിക ക്യാരക്ടറും ദൈവിക ഭക്തിയും വിശുദ്ധിയും വളർന്ന് ഡെവലപ്പ് ചെയ്യണം. അത് ഒരു പ്രോസസ്സാണ്. അതൊരു പക്ഷേ ഒരു മനുഷ്യൻ്റെ ജീവന്റെ ആയുസ്സായിരിക്കും, ജീവിതായുസ് വരെയായിരിക്കും. അത് പല വർഷങ്ങളിലെ പ്രോസസ്സായിരിക്കും. അതുകൊണ്ട് തന്നെ ദൈവം ധൃതി വെക്കുന്നില്ല. ദൈവം ക്ഷമയോടെ കാത്തു നിൽക്കുന്നു. കാരണം തൻ്റെ മോറൽ വില്ലിൽ താൻ ബന്ധവും വിശുദ്ധിയും ദൈവിക ഉദ്ദേശവും പുത്രനോട് അനുരൂപരാകുന്ന ഒരു കൂട്ടം ജനത്തെ ഉണ്ടാക്കിയെടുക്കുവാൻ താൻ തൻ്റെ ഡിഗ്രി അല്ല, തൻ്റെ ഡിസയർ, തൻ്റെ മോറൽ വില്ലിലൂടെ ഇവിടെ സ്ഥാപിച്ചെടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവിടെ ദൈവം വളരെ ക്ഷമയോടെയാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ എല്ലാവരും രക്ഷപ്പെടുന്നില്ല. കാരണം അത് ദൈവത്തിൻ്റെ സോവറൻ വില്ലിലല്ല, ദൈവത്തിൻ്റെ മോറൽ വില്ലിലാണ് നടക്കുന്നത്. ഒത്തിരി വാക്യങ്ങളുണ്ട്. യോഹന്നാൻ 6:40 ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഒരു വശത്ത് ഒരു ബാലൻസ് ഇല്ലാത്ത പോലെ തോന്നും. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്ന് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം, ഞാൻ അവനെ ഒടുക്കത്തെ നാൾ ഉയർത്തെഴുന്നേൽപ്പിക്കും. പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ. പക്ഷേ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കുന്നില്ല. നമുക്ക് യോഹന്നാൻ 3:16 അറിയാം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവൻ ലോകത്തെ സ്നേഹിച്ചു. എല്ലാവരും രക്ഷപ്പെടണമെന്ന കർത്താവിന്റെ ആഗ്രഹം. പക്ഷെ അടുത്ത വാക്യത്തിൽ പുത്രനിൽ വിശ്വസിക്കുന്നതിന് നിത്യജീവനുണ്ട്, പുത്രനിൽ വിശ്വസിക്കാത്തവനോ ശിക്ഷാവിധി വന്നു കഴിഞ്ഞു. അപ്പോ എല്ലാവരും രക്ഷപ്പെടണം, എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം എന്ന് കർത്താവ് ആഗ്രഹിക്കുമ്പോഴും എല്ലാവരും രക്ഷിക്കപ്പെടുകയോ നിത്യജീവൻ പ്രാപിക്കുകയോ ചെയ്യുന്നില്ല. കാരണം രക്ഷാ പദ്ധതി ദൈവത്തിന് സൃഷ്ടിപ്പ് പോലെയോ പരമാധികാര വില്ലിൽ കാര്യങ്ങളെ കർത്താവ് സ്ഥാപിച്ചെടുക്കുന്നത് പോലെയോ കർത്താവിന് സ്ഥാപിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ മനുഷ്യന്റെ പ്രതികരണവും അവന്റെ ഉത്തരവാദിത്വവും അവന്റെ തെരഞ്ഞെടുപ്പും കൂടെ ചേർത്ത് മാത്രമേ തന്റെ മോറൽ വില്ല് കർത്താവിനെ ഫുൾഫിൽ ചെയ്യുവാനായിട്ട് കഴിയത്തുള്ളൂ. വെളിപ്പാട് 22:17 ദാഹിക്കുന്ന ഏവരുമേ വന്നു വാങ്ങി കുടിപ്പീൻ. ഇൻവിറ്റേഷനാണ്, അത് ഡിഗ്രി അല്ല. ഡിഗ്രി ആണെങ്കിൽ കുടിച്ചേ പറ്റൂ. ഇൻവിറ്റേഷനാണ്. തീത്തോസ് 2:11 എഴുതിയിരിക്കുന്നത് സകല മനുഷ്യർക്കുമുള്ള രക്ഷാകരമായ ദൈവകൃപ ഉപയോഗിച്ചു. സകല മനുഷ്യർക്കും. ഈ കാൽവിനിസ്റ്റ് പറയുന്നത് പോലെ രക്ഷിക്കപ്പെടുന്നവർക്ക് വേണ്ടി മാത്രമല്ല കർത്താവ് ക്രൂശിൽ മരിച്ചത്, സകല മനുഷ്യർക്കുമുള്ള രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. എല്ലാവർക്കും ഉദിച്ചതാ. പക്ഷെ ചിലരുടെ ഹൃദയം കട്ടിയായി, ചിലരുടെ ഹൃദയം ഉരുകി. എല്ലാവരും മാനസാന്തരപ്പെടണം അവൻ ഇച്ഛിക്കുന്നു.
വിശ്വസിക്കുക, എല്ലാവരും രക്ഷിക്കപ്പെടണം അവൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും വന്ന് വാങ്ങിക്കൊടുപ്പീൻ. മത്തായി 11:28. അധ്വാനിക്കുന്നവന് ഭാരം ചുമക്കുന്നവരായ ഏവരുമേ എൻ്റെ അടുക്കിലേക്ക് വരുവീൻ. എല്ലാവർക്കുമാണ് ഇൻവിറ്റേഷൻ. സർവ്വജനത്തിനുള്ള മഹാസന്തോഷമെന്ന ദൂതൻ പറഞ്ഞു, എല്ലാ ജനത്തിനും വേണ്ടി. അപ്പം നമ്മൾ 1 യോഹന്നാൻ 2:2 നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, അവന്റെ മരണം, അവന്റെ രക്തം, പ്രായശ്ചിത്ത രക്തം, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെ പാപത്തിനും. ഒരു മനുഷ്യനും നരകത്തിൽ പോകാൻ ആഗ്രഹിക്കാതെ സർവ്വ മനുഷ്യരുടെയും പാപത്തിനു വേണ്ടി ക്രൂശിൽ മരിച്ചു. ആരും നശിച്ചു പോകരുതെന്ന് ആഗ്രഹിക്കുന്നു. ദുഷ്ടന്റെ മരണത്തിൽ പ്രസാദമില്ല എന്ന് പറയുന്നു. പക്ഷേ അപ്പോൾ തന്നെ ഈ ഡിസയർ ഒന്നും ഫുൾഫിൽ ചെയ്യപ്പെടുന്നില്ല. അപ്പം പരമാധികാരിയായ ദൈവം ദൂരസ്ഥനായി തൻ്റെ ഉദ്ദേശം നിറവേറ്റുവാൻ ശക്തനായി നിൽക്കുമ്പോൾ, സമീപസ്ഥനായി അവൻ മോറൽ വില്ലിലൂടെ നമ്മളോട് ഇടപെട്ട് നാം വീഴുമ്പോഴും, നമ്മൾ താഴുമ്പോഴും, ഉപേക്ഷിക്കുമ്പോഴും, തള്ളിക്കളയുമ്പോഴും നമ്മളോട് പേഷ്യൻസോടെ കാത്തിരുന്ന് തൻ്റെ പരിശുദ്ധാത്മാവിലൂടെയും വചനത്തിലൂടെയും പിന്നെയും നമ്മുടെ പുറകെ നടന്നുകൊണ്ട്, നമ്മളെ ചെറുകടിയിൽ മറയ്ക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്, ഇടപെടാതെ കൈനീട്ടി പിടിച്ചുകൊണ്ട്, വാതുക്കൽ നിന്ന് മുട്ടിക്കൊണ്ട് തൻ്റെ മോറൽ വില്ലിൽ കർത്താവ് മനുഷ്യന് വേണ്ടി കാത്തിരിക്കുന്നതിൻ്റെ കാരണം, എല്ലാം തൻ്റെ ഹിതം പോലെ നിവർത്തിക്കുവാൻ അധികാരമുള്ളവൻ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ സ്വന്തമായ ഒരു ജനത്തെ തനിക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച അതേ ശക്തിയോടെ ദൈവമക്കൾ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിക്കാൻ കഴിവുള്ളപ്പോഴും അങ്ങനെ ഒരു ജനത്തെ അല്ല താൻ ആഗ്രഹിക്കുന്നത്, മറിച്ച് തന്നെ സ്വന്തം ഇഷ്ടത്തിൽ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജനത്തെ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി നമ്മുടെ സമയത്ത്, നമ്മുടെ ടൈമിൽ കാത്തിരിക്കുന്ന ഒരു നല്ല ദൈവം. അവൻ്റെ പ്രസാദവർഷം, ആ പ്രസാദവർഷത്തിൽ അവൻ കാത്തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ദീർഘക്ഷമയ്ക്കായി സ്തോത്രം. അത് അവൻ്റെ ഡിസയറാണ്. എന്നാൽ അവൻ്റെ ജസ്റ്റിസ് ഉണ്ട്. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അത് അവൻ്റെ നീതി, അത് അവനെ നിവർത്തിച്ചേ പറ്റൂ. അപ്പൊ ഡിസയർ ഉള്ളപ്പോഴും ദൈവത്തിന്റെ ഡിഗ്രി ഉണ്ട്. ഇപ്പോൾ ഒരു ജഡ്ജി ഒരു ക്രിമിനലിനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു, അല്ലെങ്കിൽ അവനെ ജീവപര്യന്തം തടവിന് വിധിക്കുന്നു. ഒരുപക്ഷെ ഒരു മാനുഷിക സ്നേഹവും പരിഗണനയും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തോട് ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരുപക്ഷെ ഒരു കരുണ ഉണ്ടായേക്കാം. പക്ഷേ നിയമം അനുശാസിക്കുന്ന പ്രകാരം അയാളുടെ നീതി നിവർത്തിച്ചേ പറ്റൂ. എല്ലാവരും രക്ഷപ്പെടണമെന്ന കർത്താവിന് ഹൃദയത്തിൽ മനസ്സലിവുണ്ട്. പക്ഷേ നീതിമാനായ ദൈവത്തിന് തന്റെ നീതി നിവർത്തിച്ചേ പറ്റൂ. ഇങ്ങനെ സോവറൻ വില്ലും മോറൽ വില്ലും ഒരുപോലെ സമന്വയിപ്പിക്കപ്പെട്ടാണ് ദൈവത്തിന്റെ രക്ഷാപദ്ധതിയും നിത്യപദ്ധതിയും ദൈവം ആവിഷ്കരിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കാൻ ദൈവം അവസരം നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു.